ഡയോസ് മാജിക് അവൻ പവേർഡ് ബൈ ക്രസ്റ്റ് ആൻഡ് ക്രമിലേക്ക് സ്വാഗതം. ഇന്നത്തെ മാജിക് അവനിൽ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റേറിയൻ ആയിട്ടുള്ള വിഭവങ്ങളാണ്. വെജിറ്റേറിയൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ നമ്മൾ ഒരു നോൺ വെജും ഒരു വെജിറ്റേറിയനുമാണ്. കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആയിട്ട് സാധാരണ ചെയ്യാറില്ല. എങ്കിലും ഇപ്രാവശ്യം വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് ഇന്നത്തെ എപ്പിസോഡ്. അതിൻ്റെ പേരെന്താണെന്ന് പറയട്ടെ, പൊങ്കലാണ്. പൊങ്കൽ നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊങ്കലാണ്. അപ്പോൾ ഗോതമ്പ് പൊങ്കൽ വീട്ടിൽ തയ്യാറാക്കാൻ എളുപ്പം, കഴിച്ചാൽ നല്ലത്, ആരോഗ്യത്തിന് വളരെ നല്ലത്. അപ്പോൾ ഗോതമ്പ് പൊങ്കലാണ് ഒരു കാര്യം. രണ്ടാമത് ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റാണ്, അതൊരു വെജിറ്റേറിയൻ സ്വീറ്റ്. എന്തായാലും ഗോതമ്പ് പൊങ്കൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുപരിപ്പ് 1/2 കപ്പ്, ഗോതമ്പ് റവ 2 കപ്പ്, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് 1 ടീസ്പൂൺ, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, വെള്ളം 3 കപ്പ്, കുറുകിയ തേങ്ങാപ്പാൽ 2 കപ്പ്, മുഴുവൻ കുരുമുളക് 2 ടീസ്പൂൺ, നല്ല ജീരകം 2 ടീസ്പൂൺ, ഏലക്ക 4 എണ്ണം, ഗ്രാമ്പൂ 4 എണ്ണം, നെയ്യ് 2 ടേബിൾ സ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ നമുക്കിനി ഗോതമ്പ് പൊങ്കൽ തയ്യാറാക്കാം. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ പൊങ്കൽ തയ്യാറാക്കുമ്പോൾ അരി കൊണ്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യാസമാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് നുറുക്ക് ഗോതമ്പ്, സൂചി ഗോതമ്പിൻ്റെ നുറുക്ക്, നമ്മൾ കഞ്ഞിയൊക്കെ വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഗോതമ്പാണ്. അത് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതൊരു 2 കപ്പ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനോടൊപ്പം ഒരു കാര്യം കൂടി ചേർക്കും, നമ്മളൊരു 1/2 കപ്പ് ചെറുപരിപ്പ്. ചെറുപരിപ്പ് എന്ന് പറഞ്ഞാൽ തൊലിയില്ലാത്ത ചെറുപരിപ്പ്. അപ്പോൾ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചെറുപരിപ്പ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. വളരെ എണ്ണയൊന്നും ഇല്ലാണ്ട് വെറുതെ ഒന്ന് വറുക്കണം. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് ഒരു ഫ്രൈങ് പാൻ അടുപ്പിൽ വെച്ചൊന്ന് വറുത്തെടുക്കാം. ഇത് 1/2 കപ്പ് ചെറുപരിപ്പ്. ചെറുപയറിൻ്റെ പരിപ്പാണ് ചെറുപരിപ്പ്, തൊലിയില്ലാത്ത ചെറുപരിപ്പ്, പിളർന്ന ചെറുപയർ. അപ്പോൾ ഇത് ചെറുതായിട്ട് ആ പച്ചച്ചോ മാറുന്നവരെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് വറുത്ത് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഉള്ള കാര്യങ്ങളെല്ലാം നല്ല നല്ല കാര്യങ്ങൾ. ഇഞ്ചി, പച്ചമുളക്, ഇച്ചിരി എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി പച്ചമുളക് ചേർക്കുന്നതാണ് നല്ല. പച്ചമുളക് ഒരു ചെറുത് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ 1 ടീസ്പൂൺ ആയാലും മതി. ഇഞ്ചി വലിയൊരു ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ, ഒരു വലിയ സ്പൂണിന് 1 സ്പൂൺ. ഇത് കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ചാലും കുഴപ്പമില്ല. പച്ചമുളക് ചേർക്കണമെന്നില്ല. ഇഞ്ചി ഇതിനെക്കാട്ടിലും കുറച്ചൊരു ക്വാണ്ടിറ്റി ചേർത്താൽ മതി. അങ്ങനെയുള്ള ചെറിയ മാറ്റം വരും. അപ്പോൾ നമ്മളുടെ കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഒരു കുക്കർ എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇത് നുറുക്ക് സൂചി ഗോതമ്പ് കഴുകി വൃത്തിയാക്കി വെച്ചത് 2 കപ്പ്. അതാദ്യം നമ്മളിങ്ങനെ കഴുകി വൃത്തിയാക്കി വെക്കുന്ന സമയം കൊണ്ട് കുറച്ച് നേരം എന്തായാലും ചെറുപരിപ്പ് വറുക്കാനായിട്ട് എടുക്കും. ആ സമയം കൊണ്ട് ഈ കുതിർത്ത ഗോതമ്പ് പോലെ ആകുന്നു. കാര്യം കഴുകി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിച്ചിരി ഈർപ്പമുണ്ട്, അതെല്ലാം പിടിച്ച് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വരും ഗോതമ്പ്. അതിനോടൊപ്പം നമ്മളിപ്പോൾ വറുത്തെടുത്ത ചെറുപരിപ്പ് 1/2 കപ്പ് കഴുകി വൃത്തിയാക്കിയത് അതും കൂടി ചേർക്കും. ഇത് ഗോതമ്പ് മാത്രമല്ല, കുറച്ചുകൂടി പോഷകകരമായ രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രോട്ടീനും കൂടി കയറുകയാണ് ഗോതമ്പിനോടൊപ്പം. നമ്മളിപ്പോൾ പ്രോട്ടീനിൻ്റെ ഒരു പ്രധാന കാര്യമാണ് ചെറുപരിപ്പ്. ധാരാളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ധാന്യം. അപ്പോൾ ചെറുപരിപ്പും ചേർത്തു. ഇനിയാണ് കുറച്ച് എരിവോ കുറച്ച് സ്വാദമൊക്കെ കൂട്ടാനായിട്ടുള്ള കാര്യങ്ങൾ. എരിവിന് വേണ്ടി നമ്മൾ പച്ചമുളക് 1 ടീസ്പൂൺ, ഒരു ചെറിയ പച്ചമുളക്. പിന്നെ വേണ്ടത് ഇഞ്ചി. ഇത് രുചി കൂട്ടാനായിട്ടുള്ള കാര്യം. 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായി മുറുക്കിയത്. പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഉപ്പെല്ലാം നമുക്ക് വേണമെങ്കിൽ പിന്നീടും ചേർക്കാം. ആവശ്യത്തിന് ഇപ്പോൾ കുറച്ച് ചേർത്താൽ മതി. ഇനി 3 കപ്പ് വെള്ളം. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാ കാര്യങ്ങളുമായി. 3 കപ്പ് വെള്ളമായി. പിന്നെന്താ, 3 കപ്പ് വെള്ളം, 2 കപ്പ് ഗോതമ്പ് നുറുക്കിയത്, സൂചി ഗോതമ്പ് 2 കപ്പ്, പിന്നെ 1/2 കപ്പ് ചെറുപരിപ്പ് ചെറുതായി ഒന്ന് വറുത്തത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ സ്പൂൺ പച്ചമുളക് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പും ചേർത്തു. ഇനി അടുപ്പ് കത്തിച്ചു കൊടുക്കുക. ഇനി നല്ലതായിട്ട് ഒരു 2 വിസിൽ കേൾക്കട്ടെ. അത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ഗോതമ്പും വെന്ത് കിട്ടും, ചെറുപരിപ്പും വെന്ത് കിട്ടും, വെള്ളമൊക്കെ ഏതാണ്ട് വറ്റി കഴിഞ്ഞു. ഇപ്പോൾ നമ്മളുടെ 2 വിസിൽ കേട്ട് കഴിഞ്ഞു. അപ്പോൾ കുക്കർ അല്പസമയം തണുക്കാനായിട്ട് വെച്ചു. അതിൻ്റെ വെയിറ്റ് മാറ്റി ഞാൻ തുറന്ന് നോക്കി. ഇപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം നമ്മൾ 2 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വയ്ക്കുക. ഏതാണ്ട് ഒരു 1.5-2 കപ്പോളം കുറുകിയ തേങ്ങാപ്പാലും ഇതിനകത്തേക്ക് ഒഴിക്കും.
എന്നിട്ട് ഒരല്പസമയം വീണ്ടും ഒന്ന് വേവിക്കും. കുറച്ചുകൂടി കുഴഞ്ഞൊരു പാകമാക്കി എടുക്കണം. ഒരു പൊങ്കൽ എന്ന് പറഞ്ഞൊരു കുഴഞ്ഞ പാകത്തിലേക്ക് തന്നെ ആ ഒരു രീതിയിലേക്ക് വരണം. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കാം, ഇല്ലെങ്കിൽ ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്, അത് ചേർക്കാം. ഒരല്പം ഉപ്പ് കൂടി ചേർക്കാം. തേങ്ങാപ്പാലും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് നമ്മൾ വേവിക്കുകയാണ്. അപ്പോൾ തേങ്ങാപ്പാലിലല്ല ആദ്യം വേവിച്ചത്, സാധാരണ വെള്ളത്തിൽ 3 കപ്പ് വെള്ളം ഒഴിച്ചാണ് വേവിച്ചത്. വേണമെങ്കിൽ ആ 3 കപ്പ് വെള്ളത്തിന് ഓരോ തേങ്ങാപ്പാലാകാം. പക്ഷേ അതെല്ലാം നമ്മൾ ലാഭിക്കാനുള്ള പരിപാടിയാണ്. 3 കപ്പ് വെള്ളത്തിൽ വേവിച്ചു. അത് കഴിഞ്ഞ് കുക്കർ തുറന്നു കഴിഞ്ഞിട്ട് അപ്പോൾ ഏതാണ്ട് വെന്ത് കഴിഞ്ഞു, നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. എങ്കിലും നമ്മൾ വീണ്ടും ഇത് പെട്ടെന്ന് വീണ്ടും ഈർപ്പം വലിച്ചെടുക്കും. അതുകൊണ്ട് ഏതാണ്ട് ഒരു 2 കപ്പോളം കുറുകിയ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് വീണ്ടും ഒരു 5 മിനിറ്റ് സമയം ഇങ്ങനെ വേവിക്കും. അപ്പോൾ ഇങ്ങനെ കുഴഞ്ഞൊരു പായസം പാകം പോലെ ആയി. ഇനി ഇരിക്കും തോറും ഇത് കുറുകുകയുള്ളൂ, കട്ടിയാകുകയുള്ളൂ. റവ ഇത് ശരിക്കും ഇതല്ലേ, ഗോതമ്പ് റവയല്ലേ, സൂചി ഗോതമ്പ്. ഇതായി കഴിഞ്ഞു. ഇനി ഇത് ഈ ഗോതമ്പിൻ്റെ മിശ്രിതം ഇങ്ങോട്ട് മാറ്റാം. പൊങ്കലിൻ്റെ ഇത് നമ്മളൊരു ഫ്രൈയിങ് പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് വറുത്ത് പൊടിക്കണം. നല്ല ജീരകം, നമ്മൾ തോരനൊക്കെ അരയ്ക്കുന്ന ജീരകം, 2 ടീസ്പൂൺ ജീരകം. ഇത് വറുത്തിട്ട് പൊടിക്കാനാണ്. അപ്പോൾ എണ്ണയൊന്നും വേണ്ട, അല്ലാണ്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. അതുപോലെ കുരുമുളക്, മുഴുവൻ കുരുമുളക് 2 ടീസ്പൂൺ, നല്ല സ്പൈസി ആയിക്കോട്ടെ. പിന്നെ ഒരു 4 ഏലക്ക, ഒരു 4 ഗ്രാമ്പു. ഇത്രയും കാര്യങ്ങളൊന്ന് വറുക്കണം. അപ്പോൾ ഇത് വറുക്കുമ്പോൾ തന്നെ മൂത്ത് തുടങ്ങുമ്പോൾ നല്ലൊരു മണം വരും. ആ മണം വരുന്നത് വരെ അത് ജീരകമൊക്കെ പൊട്ടി കുരുമുളകൊക്കെ മൂത്ത് ഏലക്കായും ഏലക്ക ഗ്രാമ്പുമൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ എന്നിട്ടിത് നമ്മളൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ആ പൊടിക്ക് എന്തൊരു മണമെന്നറിയാം. അതാണ് നമ്മളുടെ ഒരു ഇതിലെ പ്രധാനപ്പെട്ട ഒരു ടേസ്റ്റ് മേക്കർ. അതിന് രുചി കൊടുക്കുന്ന കാര്യമാണ് നമ്മളുടെ പൊങ്കലിന്. അപ്പോൾ നല്ലതായിട്ട് പൊട്ടുന്നുണ്ട്, ടക്കുന്ന ഒരു ശബ്ദം കേൾക്കാമല്ലോ. ജീരകം നന്നായിട്ട് പൊട്ടി. അപ്പോൾ പാകത്തിന് മൂത്ത് കഴിഞ്ഞാൽ ഞാൻ തീ ഓഫ് ചെയ്ത്, പാത്രത്തിന് നല്ല ചൂടാണ്. അപ്പോൾ ആ ചൂട് കൊണ്ട് വീണ്ടും കുറച്ചുകൂടി ഒന്ന് മൂക്കും. ഇനി ഇത് നമ്മളൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പൊടി, അതായത് നമ്മൾ വറുത്ത ചേരുവകൾ ചേർത്ത് പൊടിച്ചെടുത്ത പൊടിയാണിത്. ഇതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഈ ഗോതമ്പ് പൊങ്കൽ സ്വാദ് കൂട്ടുന്നത് ഈ ഒരു പൊടിയാണ്. ഇതെന്തൊക്കെയാണെന്നറിയാലോ, ജീരകം 2 ടീസ്പൂൺ, കുരുമുളക് 2 ടീസ്പൂൺ, പിന്നെ ഒരു 4 ഏലക്ക, 4 ഗ്രാമ്പ്. ഇത്രയും കാര്യം ഒന്ന് വറുത്ത് പൊടിച്ചെടുത്തതാണ്. ഇതിവിടെ റെഡി. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമ്മളുടെ ഗോതമ്പ് കൂട്ട് റെഡിയാണ്. ഗോതമ്പും ചെറുപരിപ്പും 3 കപ്പ് വെള്ളത്തിൽ വേവിച്ച് വറ്റിച്ചതിൽ വീണ്ടും ഒരു 2 കപ്പ് കുറുകിയ തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിച്ചൊരു പഴഞ്ഞ പാകത്തിലാക്കി വെച്ചിരിക്കുകയാണ്. ഒരുപാട് സമയമൊന്നും വേവിക്കേണ്ട, പിന്നെ ഒരു 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. ഇനി അടുപ്പ് കത്തിച്ചിട്ട് ചൂട് കെട്ടിയുള്ളൊരു പാത്രം, അതിലേക്ക് നല്ല ശുദ്ധമായ പശുവിൻ നെയ്യ്, ഇത് 2-3 ടേബിൾ സ്പൂൺ നമുക്ക് ഉപയോഗിക്കാം. ഉള്ളതുപോലെ എത്രത്തോളം ചേർക്കുന്ന ആ 3 ടേബിൾ സ്പൂണൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതാണ് അതിൻ്റെ ഒരു. കുട്ടികൾക്ക് വേണ്ടിയൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ നന്നായിട്ട് ചേർത്ത് നമുക്ക് കൊടുക്കാം. നല്ല പശുവിൻ നെയ്യാണെങ്കിൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നമ്മൾ പാല് കാച്ചി ഒഴിച്ച് ആ തൈരിൽ നിന്നും മോരിൽ നിന്നും വെണ്ണ എടുത്ത് ഉരുക്കിയെടുക്കുന്ന നെയ്യൊക്കെ ആണെങ്കിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നെയ്യ് ഇങ്ങനെ മൂത്ത് വരുമ്പോൾ തന്നെ നല്ല പശുവിൻ നെയ്യിൻ്റെ മണം വരും. അത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്, കറിവേപ്പിലയും പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ പൊടി മസാലക്കൂട്ട് ചേർക്കാം. കറിവേപ്പില ഇട്ട് പൊട്ടിക്കാം. അപ്പോൾ നമ്മുടെ പശുവിൻ നെയ്യ് ഇങ്ങനെ മൂത്തപ്പോൾ തന്നെ എനിക്കിവിടെ നിൽക്കാൻ വയ്യാത്തത്ര മണമാണ്. അതിലേക്ക് കറിവേപ്പില ഇട്ടു. ഈ പശുവിൻ നെയ്യിൻ്റെ രഹസ്യം കൂടി ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എങ്ങനെയാണ് ശുദ്ധമായ പശുവിൻ നെയ്യ് ഉണ്ടാക്കുന്നത്. നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാം. പാല് നല്ല കുറുകിയ പാലൊക്കെ ഒഴിച്ച് അതിൽ നിന്നും തൈരെടുത്ത് ആ തൈരിൽ നിന്നും മോരാക്കി അതിൽ നിന്നും കടഞ്ഞ് വെണ്ണ എടുത്ത് ഉരുക്കിയെടുക്കുക. ഇത് ശരിക്കും ഇപ്പോൾ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട് നമ്മൾ യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ രാജാപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോകണ്ടായി. തമിഴ്നാട് പിന്നെ കേരള ബോർഡർ. അവിടെ ചെന്നപ്പോൾ ഒരു വലിയൊരു മലയുടെ മുകളിൽ മാത്യു സാർ എന്ന് പറഞ്ഞൊരു അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നു. അദ്ദേഹം ഒരു പണ്ടത്തെ രാജാപ്പാറയിലെ രാജാവിൻ്റെ പിൻതലമുറക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഒരു എസ്റ്റേറ്റും അവിടുത്തെ പഴയ കൊട്ടാരവും ഒക്കെ ആയിട്ട്, കൊട്ടാര വീട് പോലത്തെ ഒരു പഴയ വീട്, ഒരു എന്താ പറയുക കരിങ്കല്ലോട് തീർത്തൊരു കോട്ട പോലൊരു വീട്ടിനകത്ത് താമസിക്കുന്നു കുടുംബമായിട്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക, ഒരു ഹോബി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കൃഷിയിലാണ് അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവിടെ ധാരാളം പശുക്കൾ അവിടുത്തെ ആ പുല്ലിലെല്ലാം മേഞ്ഞ് നടന്ന്, അതായത് ഒട്ടും തന്നെ ഈ എന്താ പറയുക അങ്ങനത്തെ ഈ
ഫീഡ്സ് അങ്ങനെ വാങ്ങാൻ കിട്ടുന്ന അങ്ങനത്തെ ഒന്നുമല്ല. ശരിക്കുമുള്ള പുല്ലെല്ലാം കഴിച്ച് നല്ലൊരു അന്തരീക്ഷത്തിൽ വരുന്ന പശുവിൽ നിന്നും കറന്നെടുത്ത പാലിൽ നിന്ന് അവരവിടെ വീട്ടിൽ തന്നെ വെണ്ണ എടുത്ത് നെയ്യാക്കി ഉരുക്കി എടുക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. അവിടെ പരിചയമുള്ളവരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നെയ്യ് വാങ്ങാൻ പറ്റും. അപ്പോൾ എനിക്കവിടെ പോകാനുള്ള ഭാഗ്യമുണ്ടായി. അവിടെ നിന്ന് അദ്ദേഹം തന്ന നെയ്യാണ്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ള വലിയ സന്തോഷമാണ്. കാര്യം നല്ല ശുദ്ധമായി നമ്മൾ കണ്ടതാണ് അത് എങ്ങനെയാണ് കടഞ്ഞെടുക്കുക. നമ്മുടെ ആ പഴയ ട്രഡീഷണൽ രീതിയിൽ തന്നെ മത്ത് വെച്ച് കടഞ്ഞ് വെണ്ണ എടുത്ത് അത് ഉരുക്കി നെയ്യാക്കി ആ നെയ്യാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. മാത്യു സാറിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ നെയ്യ്. അപ്പോൾ ഞാൻ ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഓർക്കുകയാണ്. അപ്പോൾ അത് ഞാൻ നെയ്യ് മൂത്ത് നല്ല മണം. അതിലേക്ക് ഇപ്പോഴേ നമ്മൾ കറിവേപ്പിലയിട്ട് പൊട്ടിച്ചു. ഇനി പൊടിയിടും. ഇനി ഇത് അല്ലാതെ തന്നെ നല്ല മണമാണ്. ആ പൊടിയുടെ മണം നമ്മൾ വറുത്തപ്പോഴേ കിട്ടി, അത് പൊടിച്ചപ്പോൾ വീണ്ടും കിട്ടി. ഇപ്പോൾ ഇനി ആ നെയ്യുടെ കൂടെ ചേർന്നത് വീണ്ടും ഒന്ന് മൂക്കുകയാണ്. ഇപ്പോൾ അത് കുറച്ചും കൂടി മണം വന്നു കഴിഞ്ഞു. ഇതെല്ലാം കൂടി ചേർന്ന് നമ്മുടെ പൊങ്കൽ, ഗോതമ്പ് പൊങ്കലിൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു. എന്താ സ്വാദായിരിക്കാം. നന്നായിട്ട് പൊടികളെല്ലാം ചേർന്ന് മൂത്ത നല്ല മണം വരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ പൊങ്കലിൻ്റെ ബാക്കി കാര്യങ്ങൾ മാറ്റാം. പിന്നെ കുഴഞ്ഞ പാകത്തിലാണ് വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ തേങ്ങാപ്പാലിലാണ് അവസാനം ഒരു 2 കപ്പ് കുറുകിയ തേങ്ങാപ്പാലും കൂടി ചേർത്ത് നമ്മൾ വീണ്ടും വേവിച്ചിട്ടുണ്ട് ഒരു 5 മിനിറ്റ് സമയം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. തീ ഓഫ് ചെയ്യാം. യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഉപ്പൊക്കെ നോക്കുക പാകത്തിനുണ്ടോയെന്ന്, ഇല്ലെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കുക. അപ്പം നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ താളിച്ച് ചേർത്ത കാര്യങ്ങളെല്ലാം കൂടി ചേർത്താൽ നെയ്യിലിങ്ങനെ ഒരു മണം. ഇത് ഇവിടെ മുഴുവൻ നല്ല മണമാണ്. അപ്പോൾ ഇത് ആ ഗോതമ്പ് പുട്ടിൻ്റെ കൂടെ നമ്മൾ വേവിച്ചെടുത്ത ചെറുപരിപ്പും ഗോതമ്പ്, സൂചി ഗോതമ്പിൻ്റെ നുറുക്ക്. അങ്ങനെ നമ്മളുടെ ഗോതമ്പ് പൊങ്കൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. നല്ല മണവും രുചിയും ആരോഗ്യത്തിന് നല്ലതായിട്ടുള്ള ഈ ഗോതമ്പ് പൊങ്കൽ വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റും. സ്വാദിഷ്ടമായ നമ്മളുടെ ഗോതമ്പ് പൊങ്കൽ റെഡിയായി കഴിഞ്ഞു. സാധാരണയായിട്ട് തമിഴ്നാടിൻ്റെ പ്രത്യേകതയാണ് പൊങ്കൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ചക്കര പൊങ്കൽ എന്ന് പറഞ്ഞാൽ മധുര പൊങ്കലുണ്ട്. അല്ലാണ്ട് ചോറിലുണ്ടാക്കുന്ന ചോറും ചെറുപരിപ്പും കൂടി ചേർത്തുണ്ടാക്കുന്ന പൊങ്കൽ നിറച്ച് നെയ്യൊക്കെ ഒഴിച്ച് നല്ല സ്വാദായിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇത് ഗോതമ്പ് പൊങ്കൽ. ഇത് നമുക്ക് നല്ലതാണ് ഉണ്ടാക്കാൻ. ഇത് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. പിന്നെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഇത്രയും കുരുമുളകും ചേർക്കരുത്, പച്ചമുളകേ ചേർക്കണ്ട. ഇഞ്ചി പച്ചമുളക് ഒഴിവാക്കുക. കുരുമുളക് പൊടിയുടെ അളവ് വളരെ കുറയ്ക്കുക. 2 ടീസ്പൂൺ കുരുമുളകാണ് നമ്മൾ വറുത്ത് പൊടിച്ചത്. അതിൻ്റെ അളവ് 1 ടീസ്പൂൺ ആക്കാം. പക്ഷേ ഇത് നല്ല സ്പൈസിയാണ്. ഇത് മുതിർന്നവർക്ക് നല്ലോണം ഇഷ്ടമാവും. എന്തായാലും തീർച്ചയായിട്ടും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി അടുത്തതായി ഡയോസ് മാജിക് ഓവൻ പവേർഡ് ബൈ ക്രസ്റ്റൻ ക്രമ്പിൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പിയും ഒരു വെജിറ്റേറിയൻ ഐറ്റമാണ്. വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ അതങ്ങനെയല്ല, ഇതൊരു മധുരമാണ്. എന്നാൽ മധുരം പ്യുവർ വെജിറ്റേറിയൻ, മുട്ടയൊന്നും ചേർക്കുന്നതല്ല. ഇതൊരു നാടൻ പലഹാരം എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണയായിട്ട് നമുക്ക് കപ്പലണ്ടി മുട്ടായൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടമാണ്. കപ്പലണ്ടി മുട്ടായി ഉണ്ടാക്കുന്നത് ഒരു പ്രോസസ്സാണ്. നമ്മൾ ശർക്കരയെല്ലാം ഉരുക്കി ഒരു പാകമാക്കി അതിലേക്ക് കപ്പലണ്ടി എത്തിയിട്ടിട്ട് നമ്മൾ ട്രെയിൽ സെറ്റ് ചെയ്ത് അതിൻ്റെ ഒരു കറക്റ്റ് പാകത്തിനിടുക. അതൊന്നും ചെയ്യാതെ എളുപ്പത്തിൽ നമുക്കൊരു കപ്പലണ്ടി മുട്ടായി എങ്ങനെ ചെയ്യാം അത് കാണണ്ടേ? അപ്പോൾ നമ്മുടെ എളുപ്പത്തിലുള്ള കപ്പലണ്ടി മുട്ടായി എന്നോ അല്ലെങ്കിൽ കപ്പലണ്ടി മുട്ടായി ബോൾസ് എന്നോ എന്ത് വേണമെങ്കിലും ഇതിന് പേരിടാം. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. എങ്ങനെയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. വറുത്ത കപ്പലണ്ടി തൊലി കളഞ്ഞത് 200 ഗ്രാം, ശർക്കര ചീകിയെടുത്തത്
6 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ കപ്പലണ്ടി മുട്ടായി ഉണ്ടാക്കാൻ പോവുകയാണ്. കപ്പലണ്ടി മുട്ടായി ബോൾസ്. അപ്പോൾ ഉരുണ്ട ഷേപ്പിലിരിക്കുന്ന കപ്പലണ്ടി മുട്ടായിയാണ്. ഇതിന് വേറെ ഒന്നുമില്ല. നമ്മൾ ചെറിയ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടില്ലേ കപ്പലണ്ടി, വറുത്ത കപ്പലണ്ടി തൊലി കളഞ്ഞത്. ഇത് 100 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ 200 ഗ്രാം. മധുരം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. നല്ല മധുരമുള്ള മുട്ടായി ആയിട്ട് വേണമെങ്കിൽ ഒരു 6 ടേബിൾ സ്പൂൺ ശർക്കര ചീകിയത്, അതായത് 100 ഗ്രാമിന് 3 ടേബിൾ സ്പൂൺ, 200 ഗ്രാം ആണെങ്കിൽ 6 ടേബിൾ സ്പൂൺ. അത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 5 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാകും. അപ്പോൾ ഈ ശർക്കര ചീകിയത് ഉരുക്കുന്നൊന്നുമില്ല. നമ്മൾ ഈ കപ്പലണ്ടിയും ശർക്കര ചീകിയതും കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് നമ്മളൊരു മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് മാറ്റി ഒന്ന് പൊടിച്ചെടുക്കും. പിന്നെ പൊടിക്കുന്ന സമയത്ത് എന്തായാലും കപ്പലണ്ടിയിൽ ഒരു എണ്ണയുടെ അംശമുണ്ടല്ലോ, എന്തായാലും നമ്മൾ ഗ്രൗണ്ട് നട്ട് ഓയിലൊക്കെ കപ്പലണ്ടിയിൽ നിന്നല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ പൊടിഞ്ഞ് വരുമ്പോൾ അതിങ്ങനെ കുഴഞ്ഞ് വരും. അത് കഴിഞ്ഞിട്ട് നമ്മളെടുത്ത് ഉരുട്ടി എടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ വറുത്ത് നമ്മൾ പൊടിച്ചെടുക്കാൻ പോകും. 2 പ്രാവശ്യമായിട്ട് വേണമെങ്കിൽ പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തിരിക്കുകയാണ്. കപ്പലണ്ടിയും ശർക്കരയും കൂടി ഒന്നിച്ചാക്കി. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നമ്മളിങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ കുഴഞ്ഞ് വരും. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്തില്ല, ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി വയ്ക്കും. ഏത് സൈസ് വേണം അതനുസരിച്ച്. നമുക്ക് ഉരുള പിടിക്കാനുള്ള അത്ര ഈർപ്പം അതിനകത്തുണ്ട്. അതിൻ്റെ ആ ഓയിൽ കണ്ടൻറ്റ് ശരിക്കും കപ്പലണ്ടിയുടെ എണ്ണ ഇറങ്ങിയിട്ട് ആ ഒരു രീതിയിലേക്ക് വരും. നമ്മൾ ഇഷ്ടാനുസരണം ഉരുള പിടിക്കും. ഇങ്ങനെയാണ് നമ്മളത് ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമ്മുടെ കപ്പലണ്ടി മുട്ടായി ബോൾസ് എന്നാണ് അതിൻ്റെ പേര്. സാധാരണ കപ്പലണ്ടി മുട്ടായിക്ക് ഒരു പ്രത്യേക ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പല്ല, നമ്മൾ ഉരുട്ടിയെടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് എന്തായാലും കപ്പലണ്ടി മുട്ടായിയുടെ അതേ സ്വാദാണ്. കപ്പലണ്ടിയും ശർക്കരയും തമ്മിലുള്ള കോമ്പിനേഷൻ. ഇനി ഇതിനൊരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും ഒരു ചെറിയ മാറ്റം വേണമെന്ന് തോന്നിയാൽ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ഉപയോഗിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു കോമ്പിനേഷൻ ബെറ്റർ ശർക്കരയുമായിട്ടാണ്. അത് തന്നെയായിരിക്കും നല്ലത്. ഇതെല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മളുടെ കപ്പലണ്ടി മുട്ടായി എളുപ്പത്തിൽ തന്നെ റെഡി ആയി കഴിഞ്ഞു. കപ്പലണ്ടി മുട്ടായി ബോൾസ്. ഇത് ശർക്കര ഉരുക്കി ചെയ്തതല്ല, എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഈ അളവിൽ നിന്ന് 200 ഗ്രാം, അതായത് ചെറിയ 2 പാക്കറ്റ് കപ്പലണ്ടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഒരു 15 ചെറിയ ഉരുളകൾ മിഠായി. അപ്പോൾ ഉപ്പുരസം ഇല്ലാത്ത ശർക്കരയിൽ ഉണ്ടാക്കാൻ നോക്കുക, അതാണ് കൂടുതൽ നല്ലത്. ഉപ്പുരസം ഉണ്ടെങ്കിൽ കുറച്ച് സോൾട്ടി ടേസ്റ്റ് കൂടുതലായിരിക്കും. നല്ല ശർക്കരയിൽ തയ്യാറാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ സ്വാദിഷ്ടമായൊരു കാര്യമായിരുന്നു ഗോതമ്പ് പൊങ്ങൽ. രണ്ടാമത് കാണിച്ചതും ഒരു എളുപ്പ വിഭവം തന്നെയാണ്, നമ്മുടെ കപ്പലണ്ടി മുട്ടായി ബോൾസ്. എന്തായാലും 2 എളുപ്പ വിഭവങ്ങളും നിങ്ങൾ പരീക്ഷിക്കുക, ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി ഡയോസ് മാജിക് അവൻ പവേർഡ് ബൈ ക്രസ്റ്റൻ കമ്പനി.